നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ബി പോസിറ്റീവിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റിലേക്ക് കടം സംഗീത സാന്ദ്രമായ ശുഭസംഗീതം. ഒരു മാത്ര ഞാനൊന്നു കണ്ടേയുള്ളൂ, മനതാരിലാമുഖം പതിഞ്ഞു പോയി. ഒരു നേരം ഞാനൊന്നു കേട്ടേയുള്ളൂ, മധുരമാം സ്വരമെന്നിൽ ലയിച്ചു പോയി. ഒരു മാത്ര ഞാനൊന്നു കണ്ടേയുള്ളൂ. കരവല്ലികൾ കൊണ്ടു പുണരാനടുത്തപ്പോൾ മതിമറന്നു ഞാൻ നിന്നുപോയി. കരവല്ലികൾ കൊണ്ടു പുണരാനടുത്തപ്പോൾ മതിമറന്നു ഞാൻ നിന്നുപോയി. ഒരു വാക്കുമാത്രം കേൾക്കാൻ കൊതിച്ചപ്പോൾ കനവാണതെന്നു ഞാൻ അറിഞ്ഞു പോയി. ആ കഥനം കൊണ്ടെൻ മനം വേതുമ്പിപ്പോയി. ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാം. കാണാം ചരിത്രത്തിൽ ഇന്ന്. അരവിന്ദേ, ഈ ജാതകം എന്ന മൂവിയെ പറ്റി കേട്ടിട്ടില്ലേ? പിന്നെ തീർച്ചയായും ജയറാമേട്ടനും തിലകൻ ചേട്ടനും ഒക്കെ ഒരുപാട് മത്സരിച്ച് അഭിനയിച്ച ഒരു സിനിമ കൂടിയാണ് ജാതകം. തീർച്ചയായും. അല്ല അരവിന്ദിന്റെ ഫേവറേറ്റ് ആയിട്ട് സോങ് ഇങ്ങനെ ഉണ്ടോ? പഴയ പാട്ടുകളോട് ഇഷ്ടമുള്ള? ആ സിനിമയിൽ ഒരു നല്ലൊരു പാട്ടുണ്ട്, പുളിയിലെ കരയോളം പുടവ ചുറ്റി എന്നൊരു പാട്ട് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. ആർ സോമശേഖരൻ സാറിന്റേതാണല്ലേ ഈ സംഗീതം? തീർച്ചയായും. അപ്പോൾ അദ്ദേഹം മലയാളത്തിന് ഒരുപാട് നല്ല നല്ല പാട്ടുകൾ നമുക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് അതിഥിയെ എത്തിയിരിക്കുന്നതും അദ്ദേഹം തന്നെയാണ്, അല്ലെ? തീർച്ചയായും. ഇന്ന് അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാം. അടുത്ത സെഗ്മെന്റ് എനിക്ക് പറയാനുള്ളത്, നമുക്ക് അതിഥിയെ ലഭിച്ചിരിക്കുന്നത് തന്നെ ആർ സോമശേഖരൻ സാറാണ്. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. നമസ്കാരം. വളരെ ചെറുപ്പത്തിൽ തന്നെ സംഗീതം തൻ്റെ പ്രാണവായുവാണ് എന്ന് തിരിച്ചറിഞ്ഞ് സംഗീത മേഖലയിലേക്ക് തിരിഞ്ഞ ഒരു വ്യക്തിത്വത്തിനുടമ, മികച്ച സംഗീത സംവിധായകൻ ആർ സോമശേഖരൻ സാറിനെയാണ് നമുക്കിന്ന് ബി പോസിറ്റീവിൽ അതിഥിയായിട്ട് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം അദ്ദേഹത്തെ. സ്വാഗതം സർ. നമസ്കാരം. ശരിക്കും ഒരുപാട് സന്തോഷമുണ്ട്, കാരണം സംഗീതത്തെ ഇത്രത്തോളം ആരാധിക്കുന്ന ഒരു വ്യക്തിയെ ഞങ്ങൾക്ക് ബി പോസിറ്റീവിൽ കിട്ടി. ശരിക്കും സാറിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് സാറിൻ്റെ ചലച്ചിത്ര മേഖലയിലേക്കുള്ള ആ ഒരു കടന്ന് വരവ് അവിടെ തൊട്ട് തന്നെ സംസാരിക്കാം. ശരിക്കും ഇത് ഒരു ജീവിതം അല്ലേ സർ? കറക്റ്റായിട്ട് ഇതും ഒരു ജീവിതം എന്ന സിനിമ കൂടിയാണ് ഞാൻ സംഗീത സംവിധാന രംഗത്തേക്ക് കടന്നു വരുന്നത്. ശരിക്കും മദ്രാസിലൊക്കെ ഒരുപാട് സംഗീതത്തിന് വേണ്ടി അലഞ്ഞു നടന്ന ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരിൽ നിന്ന് നമുക്ക് സംസാരിച്ചു തുടങ്ങാം സർ. ഞാൻ ഈ കുട്ടിക്കാലത്ത് കോളേജിലെ ബെസ്റ്റ് സിംഗറായിരുന്നു. കോഴിക്കോടായിരുന്നു മലബാർ ക്രിസ്ത്യൻ കോളേജ്, പന്തളം NSS കോളേജിലും മലബാർ ക്രിസ്ത്യൻ കോളേജിലും രണ്ടിടത്തായിട്ടാണ് ഡിഗ്രി കഴിഞ്ഞത്. അപ്പോൾ ഈ രണ്ട് കോളേജുകളിലും ബെസ്റ്റ് സിംഗറായിരുന്നു കോളേജിലെ. അത് കഴിഞ്ഞ് എനിക്ക് മെഡിക്കൽ പ്രൊഫഷൻ ഗവൺമെൻറ് സർവീസ് ജോലിയായി. പക്ഷെ അവിടെ നിന്നും ഇങ്ങോട്ട് ചാടി സംഗീത മേഖലയിൽ. അപ്പോൾ ഞാൻ ആ ജോലിയിൽ ഇരുന്നുകൊണ്ട് സംഗീതം സൈഡായിട്ട് കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് കുട്ടിക്കാലത്ത് മുതലേ ഈ പാട്ട് പാടുന്നതിന് പുറമെ ഈ ട്യൂൺ ചെയ്യാനുള്ള എന്തൊരു കഴിവ് ഉണ്ടായിരുന്നു, ജന്മസിദ്ധമായ. ശരിക്കും ഞാൻ കേട്ടിട്ടുണ്ട് സാർ, സാറിൻ്റെ ചെറുപ്പകാലത്ത് സാറിന് ഏതെങ്കിലും പാട്ടുകൾ കിട്ടിയ വരികൾ കിട്ടിയാൽ സാർ വളരെ ചെറുപ്പത്തിൽ തന്നെ അത് കമ്പോസ് ചെയ്യുന്ന ഒരു രീതി. അതെ അതെ അതെ. അതായത് ഈ അന്ന് മാഗസിൻസ് ഏത് കണ്ടു കഴിഞ്ഞാലും ഒരു പാട്ട് അതിലുണ്ടോ, കവിത വല്ലതും ഉണ്ടെങ്കിൽ ഉടനെ ട്യൂൺ ചെയ്യുക, അതെടുത്ത് അങ്ങനെ ഒരു ഹോബി ഉണ്ടായിരുന്നു. അത് കണ്ട് മനസ്സിലാക്കിയ ഒരാളാണ് എൻ്റെ ഫ്രണ്ട്. അവരുടെ ഒരു അമച്വർ നാടകത്തിലേക്ക് ട്യൂൺ ചെയ്യാനായിട്ട് വിളിച്ചു. അങ്ങനെ അമച്വർ നാടകങ്ങൾക്ക് പാട്ട് ട്യൂൺ ചെയ്ത് കൊടുത്തു. അത് ചിലതെല്ലാം ഹിറ്റായി. അങ്ങനെ ഞാൻ പിന്നീട് പ്രൊഫഷണൽ നാടകത്തിൽ രംഗത്തേക്കും വന്നു. പാട്ട് സംഗീതം ചെയ്യാനും
പാടാനും. അപ്പോൾ ഈ പ്രൊഫഷണൽ നാടകങ്ങൾക്ക് ഞാൻ അല്ലാതെ ആ കാലഘട്ടത്തിൽ തന്നെ LPR വർമ്മ സാറിൻ്റെ സംഗീതത്തിലെ തിരുവനന്തപുരം കേരള തിയേറ്റേഴ്സ്, കൊട്ടാരക്കര ശ്രീനാരിയേട്ടൻ്റെ കൊട്ടാരക്കര ജയശ്രീ തിയേറ്റേഴ്സ്, അർജുന മാസ്റ്റർ മ്യൂസിക്, അതൊക്കെ ആ സമയത്ത് പാടിയിരുന്നു, പിന്നണി പാടിയിരുന്നു. ശരിക്കും നാടകത്തിന്റെ ആ കാലഘട്ടത്തിൽ ഒരു നാടകം ഉണ്ടെങ്കിൽ ഒന്ന് പറയുകയാണെങ്കിൽ അങ്ങയുടെ പേരും അതിനോടൊപ്പം ഉണ്ടായിരിക്കും. അനുഭവമായിരുന്നു. അതായത് കായംകുളം പീപ്പിൾസ് തിയേറ്റേഴ്സിന്റെ കതിർമണ്ഡപം എന്ന് പറഞ്ഞൊരു നാടകമാണ്. അതിൽ ഞാൻ പിന്നണി പാടിയിരുന്നു. CG ഗോപിനാഥാണ് അദ്ദേഹമാണ് അതിന്റെ ഡയറക്ടർ. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ നാടകത്തിൽ ബാബുരാജാണ്, MS ബാബുരാജ്, നമ്മുടെ ബാബുക്കയാണ് അതിന്റെ സംഗീതം. 2 പാട്ടുകൾ. അത് പിൽക്കാലത്ത് അത് 1970 മദ്രാസിൽ HMV സ്റ്റുഡിയോയിൽ അത് ഞാൻ റെക്കോർഡ് ചെയ്തു. ബാബുക്ക വന്ന് കണ്ടക്ട് ചെയ്ത് അത് മഹാഭാഗ്യമായിട്ട് കരുതുന്നു. എൻ്റെ ആദ്യത്തെ ഒരു റെക്കോർഡ് ചലച്ചിത്രത്തിൽ രംഗത്ത് വന്നത്. അതിന് മുമ്പായിട്ട് തന്നെ 2 സിനിമകളിൽ എനിക്ക് പിന്നണി പാടാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് സിനിമയിൽ രംഗത്തൊക്കെ വരാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം ദാസേട്ടൻ കത്തി നിൽക്കുന്ന സമയം, യേശുദാസ്, ജയചന്ദ്രൻ, ഇതല്ല പിന്നെ ബ്രഹ്മാനന്ദൻ പിന്നിൽ വരുന്നു. ആ ഒരു സമയമാണ്, ആ പ്രതിഭകളുടെ ഇടയിലാണ്. അപ്പൊ ഞാൻ മദ്രാസിൽ ചെന്നൊന്നും പാടാനൊന്നും പറ്റുകയില്ല. എന്നാൽ തന്നെ എന്നാലും അവിടെ നിന്ന് ഇവിടുത്തെ ഗവൺമെന്റ് ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് ഇടയ്ക്കിടയ്ക്ക് പോകും. ഇടയ്ക്കിടയ്ക്ക് ഈ ആഗ്രഹം കൊണ്ട് മദ്രാസ് വരെ പോകും. അവിടെ ചെല്ലുക. അങ്ങനെ ഇരുന്നിട്ട് നമ്മുടെ ജയചന്ദ്രന്റെ റൂമിലാണ് ഞാൻ കുറച്ചു കാലം താമസിച്ചത്. അദ്ദേഹത്തോടൊപ്പം താമസം. അദ്ദേഹം പാട്ട് പാടാൻ ചാൻസ് നിൽക്കുകയാണ്, ഞാനും ഒപ്പമുണ്ട്. അങ്ങനെ നിന്ന സമയത്താണ് ഒരേ ലക്ഷ്യം. ആ സമയത്ത് ഞാൻ മ്യൂസിക് കമ്പോസൊന്നും ചെയ്തിട്ടില്ല, പടത്തിനൊന്നും ചെയ്തിട്ടില്ല, നാടകങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് രൂപവാണി ഫിലിംസിന്റെ അഭയം എന്ന് പറഞ്ഞ സിനിമയുടെ റെക്കോർഡിങ് അതെ രാമുകാരിട്ടാണ് ഡയറക്ഷൻ. നമ്മുടെ ദക്ഷിണാമൂർത്തി സ്വാമിയാണ് എൻ്റെ പാട്ടുകൾക്ക് മ്യൂസിക്. അങ്ങനെ എന്തായാലും ശോഭന പരമേശ്വരൻ നായർ അദ്ദേഹം ഒരവസരം തന്നു, വോയിസ് ടെസ്റ്റ് ചെയ്തു, സ്വാമി എന്നെ കൊണ്ട് പാടിക്കുന്നു. അങ്ങനെ ജയചന്ദ്രനോടും പീലിയോടൊപ്പം ഒരു ക്ലാസിക്കൽ ബാലെ സോങ്ങിൽ കാമക്രോധ ലോഭമോഹ മതമാത്സര്യങ്ങൾ അങ്ങനൊരു പാട്ടാണ്. വയലാറിൻ്റെ ഒരു 4 വരികളാണ്. അത് മദ്രാസ് ജമിനി സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്നു. അതാണ് തുടക്കമായിട്ട് ആദ്യം സിനിമാ രംഗത്തേക്ക് വരുന്നത്. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ കാലം തൊട്ട് വന്നിച്ചുകൊണ്ട് കയറിയാണ്. പിന്നെ എങ്ങനെയാണ് അങ്ങ് സ്വന്തമായിട്ട് ഡയറക്ഷൻ ആ മേഖലയിൽ അതിലോട്ട് നമ്മൾ അത് ആ കാലഘട്ടത്തിൽ ഒന്നുകൂടെ പറയേണ്ടിയിരിക്കുന്നു. ആ കാലഘട്ടത്തിൽ ഇത് റെക്കോർഡിങ് കഴിഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് ആ സമയത്തിന് ശ്രീകുമാരൻ നമ്പിച്ചേട്ടൻ ഞാൻ പോയി കാണാറുണ്ട്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ നമ്മുടെ അർജുന മാഷെ പോയി കാണാം. അർജുന മാഷെ കാണുന്നതിന് മുമ്പായിട്ട് പ്രൊഡ്യൂസർ KP കൊട്ടാരക്കര അദ്ദേഹത്തിൻ്റെ ഫിലിമിലേക്ക് ഇദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു ചെറിയൊരു ഹമ്മിങ് ഉണ്ട് ജാനകിയമ്മയുടെ കൂടെ. S ജാനകിയാണ് പറഞ്ഞത്. അപ്പോൾ വലിയൊരു സന്തോഷമായി ജാനകിയമ്മയുടെ പങ്കിടുക. അങ്ങനെ ആ പടത്തിൽ പിന്നെ കാശിത്തെറ്റിപ്പൂവിനൊരു കല്യാണാലോചന അങ്ങനൊരു പാട്ടാണ്. അതിലെനിക്ക് വേറൊന്നുമില്ല, താനിത്തന്തിന് തന്നാന അങ്ങനെ ഒരു കുറച്ച് ഹമ്മിങ് വരും. അത് ജാനകിയമ്മയുടെ ഒപ്പം. പക്ഷെ അതൊക്കെ വളരെ പാലയ്ക്ക് 70-ലാണത്. 1970 മദ്രാസ് രേവതി സ്റ്റുഡിയോ വെച്ചാണ്. ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ ജോലിയുണ്ട്, സർക്കാർ ജോലിയുണ്ട്. തിരിച്ച് പെട്ടെന്ന് തന്നെ ലീവ് തീരുമ്പോൾ പെട്ടെന്ന് വരും ജോയിൻ. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മദ്രാസിൽ. പിന്നീട് ഇവിടെ പെർമനൻ്റായിട്ട് ജോലിയായി അങ്ങനെ നിന്നു. ഗൾഫിൽ അങ്ങനെ ഇവിടെ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി ട്രിവാൻഡ്രത്തായിരുന്നു. കുറേ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് ഗൾഫിൽ പോകാനൊരു അവസരം ഉണ്ടായി. ഒരു വിസ വന്ന് മിനിസ്ട്രി ഓഫ് ഹെൽത്തിലേക്കാണ്. അപ്പോൾ നല്ലൊരു അവസരം വന്ന് അത് കളയുന്ന ഒരു പാട്ട് കൊണ്ട് കൂടെ ഉണ്ട്, അതും പ്രയാസം. എന്തായാലും പോകേണ്ട ഒരു സാഹചര്യമായിരുന്നു. കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് അവിടെ ഒരു ട്രൂപ്പ് ഫോം ചെയ്തു. ഒമാനിൽ ആദ്യമായിട്ട് ഒരു ഗാനമേള ട്രൂപ്പ് കുറെ അവിടെ ഓർക്കസ്ട്രക്കാരെയൊക്കെ കണ്ടുപിടിച്ചു. എല്ലാം പാടുപെട്ട് കുറേ പ്രോഗ്രാംസ് ചെയ്തു. സാർ, നമ്മുടെ പുതിയ സംരംഭത്തിലേക്ക് വന്നില്ല. ഇവിടെ നമുക്ക് പ്രൊഫഷണൽ നാടകത്തിൽ പാടിക്കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളൊരു പ്രൊഫഷണൽ ട്രൂപ്പ് തുടങ്ങി ട്രിവാൻഡ്രത്ത്. ആ ട്രൂപ്പിൽ പേര് ദീപാഞ്ജലി തിയേറ്റേഴ്സ്. ഉർവശി എന്ന നാടകം, വിളിയം ചന്ദ്രനാണ് അതിൻ്റെ കഥ, സംവിധാനം എല്ലാം. അങ്ങനെ ആ നാടകത്തിൽ പ്രശസ്തരായിട്ടുള്ള നമ്മുടെ പല ആൾക്കാരും ഉണ്ടായിരുന്നു. കൊട്ടാരക്കര ശ്രീനാരിയേട്ടനുണ്ടായിരുന്നു. ഈയിടെ എന്താ വെച്ചാൽ കൽപ്പന, ബാലനടിയായിട്ട് കൽപ്പന, സായികുമാർ ഉണ്ടായിരുന്നു ബാലനടനായിട്ട്. അങ്ങനെ
എൻ്റെ ഇളയ ബ്രദറാണ് സുരേഷ് ഉണ്ടത്തൻ, ഡയറക്ടർ. സുരേഷ് അതിനകത്തൊരു കോമഡി ചെറിയ പയ്യനാണ്, ഈ കൽപ്പനയുടെ ഒക്കെ ഒപ്പം. അപ്പം അങ്ങനെ അവർ ആ നാടകം, അതാണ് ഉർവശി എന്നുള്ള നാടകമാണ്. ആ നാടകം കുറേ 28 സ്റ്റേജുകളോ അന്ന് ട്രിവാൻഡ്രത്ത് കളിച്ചിരുന്ന നാടകം. ഇത് കുറച്ചു കാലം കഴിഞ്ഞ് ഒരു 78 ആയപ്പോൾ സിനിമയായി. അതിൻ്റെ പേരാണ് ഇതും ഒരു ജീവിതം. അപ്പോൾ ഈ ഉർവശി നാടകത്തിൽ കോന്നിയൂർ ഭാസാണ് എഴുതിയിരുന്നത് നാടകം, പിന്നെ പാട്ടുകൾ. കോന്നിയൂർ ഭാസും വെള്ളനാട് നാരായണൻ, ഇവർ രണ്ടുപേരും തന്നെ ഈ സിനിമയിൽ സ്വാഭാവികമായിട്ട് മ്യൂസിക് ചെയ്യാൻ നിർബന്ധമായിട്ട് എന്നെ തന്നെ വിളിച്ചു. അപ്പം ഇത് സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും അത് മദ്രാസിലേക്ക് പോകണം, അന്ന് ഇവിടെ റെക്കോർഡിംഗ് ഇല്ല, മദ്രാസിൽ തന്നെ പോകണം. എങ്ങനെ ഇത് ഒരു ശരിയാക്കും എന്നുള്ള എനിക്ക് ഭയങ്കര പേടിയായി. ചന്ദ്രചേട്ടൻ പറഞ്ഞ് നിങ്ങൾ തന്നെ ചെയ്യണം. ചന്ദ്രചേട്ടൻ എനിക്ക് മദ്രാസിൽ പോയി ചെയ്യാനുള്ള കഴിവൊന്നുമില്ല, പേടിയാണ്, യേശുദാസ് പാടണം, ഞാൻ എങ്ങനെ. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, ഞാൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ധൈര്യം തന്ന് മദ്രാസിന് പോകുന്നു. അപ്പോൾ അന്ന് ദാസേട്ടൻ്റെ തരങ്കണി സ്റ്റുഡിയോയിൽ നമുക്ക് ഒരു രഘുകുമാർ എന്നൊരു വയലിനിസ്റ്റ് ഉണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ടാണ്. അദ്ദേഹം അങ്ങ് മദ്രാസിലാണ് എപ്പോഴും ആ സമയത്ത്. രഘുകുമാറിനെ വിളിച്ച് പറഞ്ഞു, പുള്ളി പറഞ്ഞ് വിഷമിക്കണ്ട, നമുക്കിവിടെ അസിസ്റ്റ് ചെയ്യാൻ നല്ലൊരാളിനെ തരാം. തൃശ്ശൂരിൽ നിന്നൊരു പയ്യൻ വന്നിട്ടുണ്ട്, ദേവരാമാഷൊക്കെ അസിസ്റ്റ് ചെയ്യുന്ന അദ്ദേഹമാണ്. ആരാണ്? ജോൺസൺ എന്നാണ് പേര്. അപ്പോൾ അന്ന് ഈ ജോൺസൺ അന്ന് ദേവരാമാഷയുടെ അസിസ്റ്റൻ്റായിട്ട് അവിടെ ചെന്ന സമയം. ആ സമയത്താണ് ഞാൻ ഈ പടമായിട്ട് ചെല്ലുന്നത് മദ്രാസിൽ. അവിടെ ചെല്ലുന്നു. അങ്ങനെ ജോൺസൺ മാഷ് ആദ്യമായിട്ട് ഞങ്ങൾ പരിചയപ്പെടുന്നു. വളരെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. അദ്ദേഹം കൂടിയിരുന്നു, അത് കമ്പോസ് ചെയ്തതാണ് പ്രകൃതി പ്രഭാമയി, യേശുദാസ് പാടി. അതിനകത്ത് ദാസേട്ടൻ പാടിയ പാട്ട് അതൊന്ന്. ആ പാട്ട് എഴുതിയത് കോന്നിയൂർ ഭാസ്. അതിനകത്ത് ഒരു ഗാനം കൂടി വെള്ളനാട് നാരായണൻ എഴുതിയൊരു ഗാനം, മാറണിച്ചപ്പിലെ മാർഗഴി കുളിരുമായി, അങ്ങനത്തെ പാട്ട്. അത് ഈ പാട്ട് ഞാൻ വിചാരിച്ചു ഒരു ഡ്യുവറ്റാണ്, എന്തായാലും ഒരു ഡ്യുവറ്റ് എനിക്കിവിടെ പാടണം എന്നൊരാഗ്രഹം. അതുകൊണ്ട് ഞാൻ തന്നെ ഒരു ഗായകൻ ഉള്ളതുകൊണ്ട് ഞാൻ ജാനകിയമ്മയുടെ ആ ഡ്യുവറ്റ് പാടി. അപ്പോൾ ആ ഡ്യുവറ്റ് പാടി കഴിഞ്ഞപ്പോൾ ജാനകിയമ്മ ഒരു കോംപ്ലിമെന്റ് പറയുകയും ചെയ്തു, സാർ മ്യൂസിക് ഡയറക്ടർ അല്ലാതെ അതായത് ഇത് ഒരു സിംഗർ ഉള്ള രീതിയിൽ നല്ല വോയിസ് ആണല്ലോ. അന്ന് എനിക്ക് ഒരു കോംപ്ലിമെന്റ് തന്നിരുന്നു. തീർച്ചയായിട്ടും അതൊക്കെ ഓർമ്മിക്കുന്നു. ശരിയാണ് സാർ. അതുപോലെ തന്നെ സോമശേഖരൻ എന്ന് പറയുന്ന സംഗീത സംവിധായകനെ ഓർമ്മിക്കുമ്പോൾ നമ്മുടെ മലയാളികൾക്ക് പെട്ടെന്ന് ഓർമ്മ വരും ജാതകം എന്ന സൂപ്പർ ഹിറ്റ് ചലച്ചിത്രത്തിലെ. അതെ അതെ, ജാതകം വന്നത്. അപ്പൊ ഈ ഇതും ഒരു ജീവിതം കഴിഞ്ഞ് വീണ്ടും മറ്റേ ഗൾഫിലേക്ക് അങ്ങ് പോവുകയാണ്, അതിന്റെ റെക്കോർഡിങ് വീണ്ടും പോവുകയാണ്. അത് കഴിഞ്ഞ് 70s അത് 79, 80, 80 82 അത് റിലീസ് ചെയ്തു. ലോങ് ഗ്യാപ്പാണ്. 82 കഴിഞ്ഞ് 88 വരെ ഞാൻ ഗൾഫിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. അവിടെ കുറെ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്, ആൽബം. അവിടെ പ്രവാസി ജീവിതത്തോടൊപ്പം ഞാൻ പ്രോഗ്രാംസ് നിറയെ ചെയ്തു അവിടെ തന്നെ. അവിടെ കൂടുതൽ എനിക്ക് ഗസൽസ് അങ്ങനെയൊക്കെയുള്ളതിലൊക്കെ കേൾക്കാനും അത് പാടാനും അതിനുള്ള അവസരങ്ങളുണ്ടായി. അവിടെ കൂടെ നല്ല കുറേ സുഹൃത്തുക്കളുണ്ടായിരുന്നു ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ, എന്നെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. കുറേ അധികം സ്റ്റേജസ് ചെയ്തു. ഒരു ആൽബം, മ്യൂസിക്കൽ ആൽബം അവിടെ ചെയ്തു ആദ്യമായിട്ട്. തോംസൺ ദുബായിൽ നിന്ന് അത് റിലീസ് ചെയ്തു. അഞ്ജലി എന്ന് പറഞ്ഞിട്ടൊരു അവിടെയുള്ള ആൾക്കാർ എഴുതിയ ഒരു 10 പാട്ടുകൾ. അതിൽ ഞാനും പാടി, മറ്റുള്ള അവിടെയുള്ള ഗായകരും പാടി. അങ്ങനെ അത് റിലീസ് ചെയ്തു. അതൊക്കെ അവിടെ വെച്ച് ചെയ്തു. 78 ഒമാനിൽ എൻ്റെ ഒരു ഫ്രണ്ട്, അദ്ദേഹം കുമാർ എന്ന് പറയും, പക്ഷെ കൃഷ്ണകുമാർ, കോഴിക്കോടുകാരാണ്, പരപ്പനങ്ങാടി. അദ്ദേഹം എന്നോട് പറഞ്ഞു, നമുക്ക് ഒരു സിനിമ എടുക്കണമെന്ന്. എൻ്റെ ഫാദറില്ല 1-2 സിനിമകൾ എടുത്തു. എനിക്ക് അവിടെ ചേർന്നൊരു പടം എടുക്കണമെന്നുണ്ട്, സോമനെ മ്യൂസിക് ചെയ്യണം. അപ്പോൾ എൻ്റെ ഇളയ ബ്രദർ സുരേഷ് ഉണ്ടത്താൻ അന്ന് പത്മരാജൻ്റെ അസോസിയേറ്റ് ഡയറക്ടറാണ്. അദ്ദേഹത്തെ കൊണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യിക്കാൻ പറ്റുമോ ഈ പടം? ഞാൻ പറഞ്ഞു അത് നമുക്ക് പത്മരാജനോട് ഞാൻ ചോദിക്കണം. ആരും പത്മരാജൻ എൻ്റെ അടുത്ത ഫ്രണ്ടാണ്. പത്മരാജൻ്റെ അടുത്ത് സുരേഷിനെ കൊണ്ടുപോയത് ഞാൻ തന്നെയാണ്. ആദ്യം കൊണ്ടാക്കിയത് ഞാനാണ്. ഞാൻ പത്മരാജനെ വിളിച്ചു, അവിടുന്ന് ടെലിഫോൺ ചെയ്തു, ഗൾഫിൽ നിന്ന് ചോദിച്ചാൽ ഇങ്ങനെ പപ്പ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഒരു ഫിലിം ചെയ്യാനാണ്, സുരേഷിനെ കൊണ്ട് ചെയ്യിക്കാൻ. അതിന് അങ്ങയുടെ അപ്പോൾ കൂടെ ഇവിടെ നിന്നുള്ള ഫിലിമിൻ്റെ ഷൂട്ടിംഗ് നടക്കുകയാണ്. സുരേഷിനെ കൊണ്ട് പടം ചെയ്യിക്കാൻ ഇപ്പം അദ്ദേഹം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു.
അതിന് അങ്ങയുടെ പെർമിഷൻ കിട്ടുമോ? അത് ചോദിച്ചപ്പോൾ പത്മനാഭൻ കണ്ടു പറഞ്ഞത് ഒരു പ്രശ്നമല്ല, അവൻ സുഖമായിട്ട് ചെയ്യും, ഉണ്ണിത്താനെ സുഖമായിട്ട് ചെയ്യും, പക്ഷേങ്കിൽ കൊണ്ടുപോകുമ്പോൾ എൻ്റെ ഒരു ചിറക് വെട്ടുന്ന പോലെ ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഒരു അവസരം വന്നാലേ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ജാതകം. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഞാനും ഇവിടെ കൃഷ്ണകുമാർ ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ വന്നു, ലോഹിത് ദാസിനെ കണ്ടു, സ്ക്രിപ്റ്റ് എഴുതി, അങ്ങനെയാണ് ജാതകത്തിൻ്റെ പിറവി. ഇത്രയും ഒരു ബിഗ് ബ്രേക്ക് കിട്ടിയതിന് ശേഷം അങ്ങിൽ നിന്ന് ഞങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിച്ച ഒരു ഇത് ഞങ്ങൾക്ക് കിട്ടിയില്ല. ഇടയ്ക്ക് പക്ഷെ വന്നിരുന്നു, ആർദ്രം വന്നിരുന്നു, അതും വളരെ മനോഹരം. പക്ഷെ വീണ്ടും അങ്ങ് എവിടെയോ പോയി മറഞ്ഞു. അല്ല, അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ ഈ ജാതകം ചെയ്ത് കഴിഞ്ഞ സമയത്ത് കമ്പോസ് ചെയ്ത് കഴിഞ്ഞ സമയത്താണ് കിരീടം എന്ന് പറഞ്ഞ സിനിമയുടെ ഡിസ്കഷൻ ലോഹിദാസ് അടുത്ത റൂമിൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഈ ഒരു മുറിയിൽ വാനി സാറ്, ലോഹിദാസ്, ഞാൻ, സുരേഷ്, ഞങ്ങൾ 4 പേരിരുന്ന് ഈ പുളിയിലക്കര, അതിനകത്ത് അടുത്ത പാട്ട് അരളിയും കദളിയും, പിന്നെ നീലകതിളന്നേനെ 3 പാട്ടുണ്ട്. ഈ 3 പാട്ടും ഒരു പകലുകൊണ്ട് കമ്പോസ് ചെയ്തതാണ്. അപ്പോൾ വൈകുന്നേരം ഈ 3 പാട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലോഹിദാസ് അടുത്ത റൂമിൽ കിരീടത്തിൻ്റെ ഡിസ്കഷനാണ്. ഇത് കഴിഞ്ഞിട്ട് കിരീടത്തിൻ്റെ പ്രൊഡ്യൂസേഴ്സിനോട് പറയുന്നുണ്ട്, സോമേട്ടൻ ഇങ്ങനെ വന്ന് 3 പാട്ട് ചെയ്തു, ഗംഭീരമായിരിക്കുന്നു. അപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ അവർ സിബി മലയിലും അതിൻ്റെ പ്രൊഡ്യൂസേഴ്സുണ്ട്, ദിനേശ് പണിക്കരും കിരീടമുണ്ണി, ഇവർ വന്നിട്ട് അയ്യോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കണം എന്നൊരു പെർമിഷനോടുകൂടി ആദ്യം അവരാണ് കേൾക്കുന്നത്. ഞാനിത് കമ്പോസ് ചെയ്ത് അപ്പോൾ ഹാർമോണിയം വെച്ചിട്ട് അടുത്ത റൂമിൽ ഇരുന്ന് ഈ പാട്ട് അവരെ കേൾക്കുന്നത്. കേൾക്കുമ്പോൾ കൈതരിയാണ്. കിരീടം ഞങ്ങൾ അങ്ങ് ഏൽപ്പിക്കുന്നു പടം ചെയ്യാനായിട്ട്. ഒറ്റ പാട്ടേ ഉള്ളൂ അതിൻ്റെ കണ്ണീർ പൂവിൻ്റെ മനോഹരമായ. അപ്പോൾ എന്തു പറ്റി? ഞാൻ പറഞ്ഞു എനിക്ക് 30 ദിവസം ലീവിലാണ് ഞാൻ വന്നത്. 30 ദിവസം ഈ ജാതകത്തിൻ്റെ റെക്കോർഡിങ് 10-15 ദിവസം പോകും, പിന്നെ ഒരു 15 ദിവസം ഞാൻ ഉണ്ടാവുള്ളൂ. എനിക്ക് ഡിഫൻസ് സർവീസിലാണ്, ലീവിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കില്ല. അതിനകത്ത് ചെയ്യാമോ? അത് കുഴപ്പമില്ല, ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ ഡേറ്റ് മാറിപ്പോയി, നീണ്ടുപോയി, എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അത് കിരീടം പോയി. അത് കഴിഞ്ഞ് മുഖചിത്രം സുരേഷിൻ്റെ അതിനിവിടെ ഡിസ്കഷൻ ഇവിടെ വന്നു. എറണാകുളത്ത് വെച്ചായിരുന്നു ഡിസ്കഷൻ. പള്ളാശ്ശേരി സ്ക്രിപ്റ്റ്, സോങ് ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞാണ്. അല്ല, അവർ റെക്കോർഡിംഗ് ഡേറ്റ് ഫിക്സ് ചെയ്തു. അപ്പം ഞാൻ മറ്റേ മസ്കറ്റിൽ നിന്ന് വന്നാണ്. റെക്കോർഡിംഗ് ഡേറ്റ് ഫിക്സ് ചെയ്ത് ആ ദിവസം ആയപ്പോൾ അതിലെ പ്രൊഡ്യൂസേഴ്സിൽ ഒരാൾ രഞ്ജിത്തിൻ്റെ രഞ്ജിത്തും കൂടെ കോ പ്രൊഡ്യൂസേഴ്സ് വേറെ ഉണ്ട്. അതിൽ ഒരാളുടെ ഹോറോസ്കോപ്പ് വെച്ചിട്ട് നോക്കുമ്പോൾ ഇതിൽ റെക്കോർഡിങ് ആ സമയത്ത് ചെയ്യാൻ പാടില്ല. അങ്ങനെ അത് റെക്കോർഡിങ് മാറ്റി വെച്ചു. ശരിക്കും ഇങ്ങനെയൊക്കെ ഒരു സംഗീത സംവിധായകൻ എന്ന നിലയിൽ ഒരു വേദന തോന്നാറുണ്ട്. വളരെ വലിയ ദുഃഖമുണ്ട്. കാര്യം ഞാൻ ആ ഒരു ഫെബ്രുവരി 4-ാം തീയതിയാണല്ലോ, ഓർമ്മ ശരിയാണല്ലേ, റെക്കോർഡിങ് ചെയ്യാനായിട്ട് മുഖചിത്രം റെക്കോർഡിങ് ഓനി സാറിൻ്റെ പാട്ടിലാണ്. ആ ഡേറ്റ് ഞാൻ അന്ന് കമ്പോസ് ചെയ്യാണ്ടിരിക്കാറുണ്ട്. അപ്പോഴാണ് പറയുന്നത് മാറ്റി വെച്ചത്. ഞാൻ പറഞ്ഞു ഈ വളരെ വിഷമമായി. അപ്പോൾ മോഹൻ സിത്താര ഇവിടെ ഉണ്ട്. മോഹൻ സിത്താര എന്നോട് പറഞ്ഞു, എന്നിട്ട് അതൊന്ന് എൻ്റെ പേരൊന്ന് പറയണം. അങ്ങനെയാണ് അത് ഞാൻ തന്നെയാണ് മോഹൻ സിത്താര ആ പാട്ട് ഏൽപ്പിച്ചിട്ട് പോയത്. ഞാൻ തിരിച്ചു പോയായിരുന്നു. അങ്ങനെ എനിക്കൊരു 8-10 പടത്തിൻ്റെ ഓഫറുകൾ ആ സമയത്ത്. അത് ആ പടങ്ങളും പറയാം ഞാൻ ഏതൊക്കെയാണ്. ഓനി സാർ എനിക്ക് റെക്കമെൻഡ് ചെയ്ത പടമാണ് അക്ബറിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞു. ഓനി സാർ പേഴ്സണലി പറഞ്ഞാണ്. ലോഹിദാസ് റെക്കമെൻഡ് ചെയ്ത് വന്ന പടമാണ് മമ്മൂക്കയുടെ മൃഗയ എന്ന് പറഞ്ഞ പടം. അത് ചെയ്യാൻ പറ്റിയില്ല. രാധാമാധവം, അതിനുശേഷം രാധാമാധവം, മുഖചിത്രം കണ്ടിന്യൂസ് ആണ്. അങ്ങനെ കുറേ പടങ്ങൾ പോയി. ശരിക്കും സാറിനെ പറ്റി പറയുമ്പോൾ സാർ എല്ലാം സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലേക്കും ഇറങ്ങിച്ചെല്ലുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഇനി വരാനിരിക്കുന്ന അങ്ങയുടെ പുതിയ പ്രോജക്റ്റ്. അതിനെക്കുറിച്ചൊന്ന് പറയാം. ട്രിവാൻഡ്രത്ത് സെൻട്രൽ ജയിലിൽ ആദ്യമായിട്ടൊരു ലൈബ്രറി അവർക്ക് വളരെ എല്ലാ വിശ്വസാഹിത്യങ്ങളൊക്കെ ഉള്ള വലിയൊരു ലൈബ്രറി ഫോം ചെയ്തു. അപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഇനോഗ്രേഷന് ജയിൽ പുള്ളികൾക്ക് ഈ ലൈബ്രറി കൊണ്ട് എന്താണ് അതിൻ്റെ ഉദ്ദേശം അവർക്ക് ഗുണം എന്താണ്, എന്ത് ഗുണം ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് ഉള്ള സോങ്ങാണ്. അത് ജയിൽ പുള്ളികൾ തന്നെ പാടുന്നു ഈ ഇനാഗുറേഷൻ ഡേയിൽ. അതിപ്പോൾ ആരെ കൊണ്ട് എഴുതിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ പൂച്ചൽ ഖാദറാണ് അതിൻ്റെ സോങ് എഴുതിയിരിക്കുന്നത്. ഒരു വ്യക്തിയുടെ വളർച്ചയ്ക്ക് പിന്നിൽ കുടുംബം വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. കുടുംബാംഗത്തെ കുറിച്ച് ഒന്ന് പറയാം. കുടുംബാംഗത്ത് എൻ്റെ വൈഫ് ജയമണി, ചെങ്ങന്നൂരാണ്, കാരക്കാടെന്ന് പറയും, ചെങ്ങന്നൂർ. മൂത്ത മകൻ ജയശേഖർ, സയൻറ്റിസ്റ്റ്, CPCRI കാസർഗോഡ്.
അയാൾ മാരീഡാണ്, കുടുംബമായിട്ട് അവിടെ കാസർഗോഡാണ്. പിന്നെ രണ്ടാമത്തെ മകൾ ജയശ്രീ എറണാകുളത്താണ്, ഹസ്ബൻഡ് അഡ്വക്കേറ്റ് ആണ്, MR സുധീന്ദ്രൻ. മൂന്നാമത്തെ മകൻ ജയദേവ് മെറൈൻ എഞ്ചിനീയറാണ്, ഷിപ്പിലാണ്. സാക്ഷാൽ സരസ്വതി ദേവിയുടെ അനുഗ്രഹം ഒരുപാട് ലഭിച്ച ഒരു വ്യക്തിയാണ് സർ. സാറിൻ്റെ കുടുംബാംഗത്തിലും ദേവിയുടെ കടാക്ഷം ഇങ്ങനെ വാരി വിതറിയിരിക്കുകയാണ്. ഒരു സംഗീത കുടുംബമാണ്. വളരെ സന്തോഷകരമായിട്ട് അദ്ദേഹം കുടുംബജീവിതം നയിക്കുകയാണ്. അതോടൊപ്പം ഇനിയും നമുക്ക് പ്രേക്ഷകർക്ക് ഒരുപാട് സംഗീത വിരുന്നൊരുക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ബി പോസിറ്റീവ് കുടുംബാംഗങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ വിലപ്പെട്ട സമയം ഇത്രയും നേരം ഞങ്ങളോട് ചിലവഴിച്ചതിൽ വളരെയധികം നന്ദി സർ. നന്ദി, നമസ്കാരം. നമസ്കാരം. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി വിളമ്പിയ എല്ലാ വിഭവങ്ങളും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം എന്നൊരു ശുഭപ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ദിവസത്തിൽ നിന്ന് ഞങ്ങൾ വിടവാങ്ങുകയാണ്. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊള്ളുന്നു. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.